അൽനാസറിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ക്രിസ്ത്യാനോക്ക് ഗോൾ. ഗോട്ട് പോലും. ഈ ചങ്ങായി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ഗോട്ട് എന്ന് റോൾ മോഡൽ എന്നെല്ലാം വിളിക്കുന്നത്? എന്നല്ല പറയുന്നത്. ഒരു ഫ്രീ കിക്ക് അടിക്കാൻ അറിയില്ല, ഒരു ട്രിബിൾ ചെയ്യാൻ അറിയില്ല. ആ ഗോട്ടകലിൽ കുറച്ച് ഗോളുണ്ട്. ഗോട്ടാ പോലും ഗോട്ട്. നീയല്ല യുണൈറ്റഡ് കേട്ടിട്ടുണ്ടാ? റിലേഗേറ്റ് ആവാണ്ടിരിക്കാൻ കഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ യുണൈറ്റഡ് അല്ല. ഗ്രൗണ്ടിലിറങ്ങിയ ചത്തിട്ടായാലും കൊന്നിട്ടായാലും കളി ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന ഫെർഗൂസന്റെ ചെകുത്താമാറ് കളിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പണ്ടവര് പോർച്ചുഗലിലെ ഒരു ടീമിന്റെ സ്റ്റേഡിയം ഇനോഗ്രേഷന് ഫ്രണ്ട്ലി കളിക്കാൻ പോയി. സ്പോർട്ടിംഗ് എന്നായിരുന്നു ആ ടീമിന്റെ പേര്. കളി യുണൈറ്റഡ് സിമ്പിളായിട്ട് ജയിക്കുമെന്നാണ് സ്പോർട്ടിങ്ങിന്റെ സ്റ്റാഫ് വരെ വിചാരിച്ചത്. പക്ഷെ കളി കഴിഞ്ഞാൽ യുണൈറ്റഡ് 3 ഗോളിന് തോറ്റ്. സംഭവിച്ചെന്നാണെന്ന് യുണൈറ്റഡിന്റെ ബോർഡിന് മനസ്സിലായിട്ടില്ല. പക്ഷെ അവരെ കളിക്കാർക്കും ഫെർഗൂസനും മനസ്സിലായി. 28-ാം നമ്പർ ജേഴ്സി ഇട്ട് ഒരു 17 വയസ്സുള്ള ചെക്കനെ ഫെർഗൂസന്റെ മുമ്പ് കൊണ്ടേ നിർത്തി യുണൈറ്റഡ് പ്ലേയേഴ്സ്. എന്നിട്ട് പറഞ്ഞു, ഇവനെ നിങ്ങൾ ഇന്ന് തന്നെ സൈൻ ചെയ്യണമെന്ന്. ഫെർഗൂസൺ അവനോട് പറഞ്ഞു, നീ ഇപ്പം കളിച്ചത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും മികച്ച ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. പക്ഷെ ഇനി നീ കളിക്കേണ്ടത് ചെകുത്താന്മാർ 7-ാം നമ്പർ ജേഴ്സി ഇട്ട് അങ്ങ് തിയേറ്റർ ഓഫ് ഡ്രീംസിലാണ്. അതും പറഞ്ഞ് ഫെർഗൂസൺ യുണൈറ്റഡിലേക്ക് കൊണ്ടുപോയ ആ ചെക്കന്റെ പേരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2009 യുണൈറ്റഡ് നിന്ന് പോകുമ്പോക്ക് ബാലൻഡ്യൂറും ഗോൾഡൻ ബൂട്ടും അടക്കം പ്രീമിയർ ലീഗിൽ നിന്ന് തൂക്കാൻ പറ്റുന്ന ഇൻഡിവിജ്വൽ റെക്കോർഡ് മൊത്തം തൂക്കി. നീ ഇപ്പൊ പറഞ്ഞ ഒട്ടക ലീഗിലെ പ്ലെയർ. നീ ഇപ്പം പറഞ്ഞില്ലേ ഫ്രീ കിക്ക് അടിക്കാൻ അറിയില്ല. ആയ കാലത്ത് അയാൾ അടിച്ച പോലത്തെ ഫ്രീ കിക്ക് വേറൊരാൾ അടിക്കുന്ന കാണ്ടിക്കല് ഞാനും നീയല്ലൊരു 10 ജന്മം കൂടി ജനിക്കേണ്ടി വരും. പിന്നെ ഡ്രിബിളിങ്. നീ ഡ്രിബിൾ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ചങ്ങായിന്റെ പേരിലായിരുന്നു മോസ്റ്റ് ഡ്രിബിൾസ് ഇൻ എ സിംഗിൾ സീസൺ റെക്കോർഡ് പ്രീമിയർ ലീഗില്. അതും കഴിഞ്ഞ അയാള് മാഡ്രിഡ് പോയി, യുവന്റസ് പോയി, ആടൊന്നും തൂക്കി കുറെ റെക്കോർഡ്. ഇതുവരെ ഒരു ഇന്റർനാഷണൽ ട്രോഫി ഇല്ലാത്ത പോർച്ചുഗലിന് യൂറോ കപ്പ് അടക്കം 3 ട്രോഫി എടുത്തു കൊടുത്ത അയാള് ക്യാപ്റ്റനായിട്ട്. ഇതെല്ലാം കൊണ്ടാണ് അയാൾ ഇപ്പോ ആൾക്കാർ ഗോട്ടെന്നും റോൾ മോഡൽ എന്നും വിളിക്കുന്നു. മനസ്സിലായ? പണ്ടാരോ പറഞ്ഞ പോലെ ദൈവത്തിന്റെ പ്ലാനിനെ വെല്ലുവിളിച്ച് ചെകുത്താനായോണ്ട്.